ഞാൻ മനോജ് വി നരേന്ദ്രൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇംഗ്ലീഷ് വ്യാകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നരേന്ദ്രാസ് ഇംഗ്ലീഷ് ഗ്രാമർ ബേസിക് കോഴ്സ്. നമുക്കറിയാം, പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് പറയാറുണ്ട്. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, ഇംഗ്ലീഷ് ഗ്രാമർ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പല കുട്ടികൾക്കും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത്. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഗ്രാമർ 1ാം ക്ലാസ് മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗ്രാമർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉത്തരം എഴുതുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ആദ്യമേ നമ്മൾ ഗ്രാമറിൻ്റെ സ്പെല്ലിങ് എന്താണെന്ന് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. GRAMMAR ഗ്രാമർ. ഞാനത് എടുത്തു പറയാൻ കാരണം തന്നെ, പല ആളുകളും ഗ്രാമറിൻ്റെ സ്പെല്ലിങ് GRAMMER എന്നാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് ആണ് ഞാൻ പ്രത്യേകം പറഞ്ഞ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആണ്. GRAMMAR. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്ന കാലഘട്ടം മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഗ്രാമർ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ബേസിക് കോഴ്സ്, ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളല്ല. സാധാരണ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ അതിൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്, വിഷമമുള്ളത് അതിൻ്റെ ഗ്രാമറാണ്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടന. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം വിവിധ ഭാഷകളുണ്ട്. വിവിധ ഭാഷകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമുക്കറിയാം നമ്മുടെ രാഷ്ട്രഭാഷയായിരിക്കുന്ന ഹിന്ദി, ലോകഭാഷയായിരിക്കുന്ന ഇംഗ്ലീഷ്, നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾ, ആ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവിധ ഭാഷകൾ. അപ്പോൾ ഈ ഭാഷകൾ വ്യത്യസ്തമാണ്. ഈ ഭാഷകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവരോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പം മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, മലയാള വ്യാകരണം
അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വാചക ഘടന പോലെയല്ല ഇംഗ്ലീഷിലെ വാചക ഘടന ഉള്ളത്. സ്ട്രക്ചർ ഇംഗ്ലീഷ് എഴുതുന്നത് പോലെ മലയാളത്തിലോ മലയാളം എഴുതുന്നത് പോലെ ഇംഗ്ലീഷിലോ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണ്? ഇംഗ്ലീഷ് ഭാഷ നോക്കിയിട്ടല്ല മലയാള ഭാഷ ഉണ്ടാക്കിയിട്ടുള്ളത്, മലയാള ഭാഷ നോക്കിയിട്ടല്ല ഹിന്ദി ഭാഷ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഷയും ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം ആ ഭാഷയ്ക്ക്, ഓരോ ഭാഷയ്ക്കും അതിൻ്റെ അക്ഷരങ്ങളും അക്ഷരാമലകളും എല്ലാം വ്യത്യസ്തമാണ്, ഘടനയിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷ നമുക്കറിയാം, നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ അതേ മലയാള ഭാഷ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ അതേ ഘടനയിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പറയാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഭാഷകളും വ്യത്യസ്തമായ ശൈലിയിലാണുള്ളത്, വ്യത്യസ്തമായ ഘടനയിലാണുള്ളത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചു. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഞാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയും. ചായ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടീ എന്ന് പറയും, TAT. കുടിച്ചു എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ഡ്രാങ്ക് എന്ന് പറയും. അപ്പം മലയാളത്തിൽ നമ്മൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഐ, ചായ ടീ, കുടിച്ചു ഡ്രാങ്ക്. അപ്പം നമ്മൾ മലയാളത്തിന് നേരെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലയാള ഭാഷ പറയുന്നത് പോലെയാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഘടനയെങ്കിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് ഞാൻ ചായ കുടിച്ചു, ഐ ടീ കുടിച്ചു, ഡ്രാങ്ക്, ഐ ടീ ഡ്രാങ്ക് എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എന്തോ ഗുരുതരമായിട്ടുള്ള അപാകതയുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നത് ഐ ഡ്രാങ്ക് കോഫി എന്നുള്ളതാണ്. ഐ ഡ്രാങ്ക് കോഫി. മലയാളത്തിൽ പറയുമ്പോൾ ഐ കോഫി ഡ്രാങ്ക്, ഞാൻ കാപ്പി കുടിച്ചു. എന്താണ് ഇതിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം ഒരു 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 വാചകത്തിൽ അല്ലെങ്കിൽ ഒരു 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 സെന്റൻസിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും. ഒന്ന്, ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഉദാഹരണം ചാടി എന്ന് മാത്രം പറഞ്ഞാൽ ഒരു വാചകമാവില്ല. പാടി എന്ന് പറഞ്ഞാൽ ഒരു വാചകമാവില്ല. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചോദ്യം നമ്മൾ ചോദിക്കാം. പാടി, ആര് പാടി? ഒന്നുകിൽ ഞാൻ പാടി, അല്ലെങ്കിൽ അവൾ പാടി, യേശുദാസ് പാടി. അപ്പൊ ആരെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയും, ക്രിയ. ഈ ക്രിയ ആരെങ്കിലും ചെയ്യുന്നതുണ്ടാവുമല്ലോ. ഏത് ക്രിയയും സ്വയം ചെയ്യപ്പെടില്ലല്ലോ, ആരെങ്കിലും അത് ചെയ്യും. ഇപ്പൊ പഠിക്കുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പഠിക്കുന്നുണ്ടാവില്ലേ? ഒന്നുകിൽ അവൻ പഠിക്കുന്നു, അവൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അധ്യാപകൻ പഠിപ്പിക്കുന്നു, അധ്യാപിക പഠിപ്പിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് പ്രവൃത്തി നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടാവും. മലയാളത്തിൽ സബ്ജക്റ്റിന് വ്യാകരണത്തിൽ കർത്താവ് എന്നാണ് പറയുക. ആരാണോ ആ കർത്തവ്യം ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി സബ്ജക്റ്റ്. ഇംഗ്ലീഷിൽ അതിന് സബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് വിൽ ബി ഫോളോഡ് ബൈ എ വെർബ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വാചകത്തിൽ പ്രധാനമായും ഒരു വാചകമാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റും ഒരു വെർബും വേണം. ഒരു സബ്ജക്റ്റ് മാത്രമായാൽ ഒരു വാചകമാവോ? രാജു എന്ന് മാത്രം പറഞ്ഞ ഒരു വാചകമാവോ? ഇല്ല. രാജു വന്നു എന്ന് പറയുമ്പോൾ ഒരു വാചകമാവും. ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ ഒരു വാചകമാവും. അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വാചകമാവും.
അതിൻ്റെ അർത്ഥം ഒരു വാചകത്തിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു സബ്ജക്റ്റും ഒരു വെർബും വേണം. ഒരു സബ്ജക്റ്റും ഒരു വെർബ്, ഒരു ക്രിയാരൂപം വേണം. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വിൽ ബി ഫോളോഡ് ബൈ എ വെർബ് എന്ന് പറയും. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു വെർബ് വരും. ഇപ്പൊ ഞാൻ കുടിച്ചു എന്ന് പറയണമെങ്കിൽ ഐ ഡ്രാങ്ക്. മലയാളത്തിൽ ഞാൻ കുടിച്ചു, കുഴപ്പമില്ല. അതേസമയത്ത് ഐ ഡ്രാങ്ക് കോഫി എന്ന് പറയുമ്പോൾ ഞാൻ കാപ്പി കുടിച്ചു എന്ന് പറയണമെങ്കിൽ ഐ കഴിഞ്ഞ് ഡ്രാങ്ക് കുടിച്ചു കോഫി, ഞാൻ കുടിച്ചു കാപ്പി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ വ്യത്യാസം. മലയാളത്തിൽ ഇതേ വാചകം പറയുമ്പോൾ നമ്മൾ പറയുക ഞാൻ കാപ്പി കോഫി ഡ്രാങ്ക്, ഐ കോഫി ഡ്രാങ്ക് എന്നാണ് പറയുക. അപ്പൊ എന്താ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം? മലയാളത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരിക അതിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിന് ശേഷം ഉടനെ വരുന്നത് ക്രിയാരൂപമാണ്. അപ്പോൾ അത് ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ്. ഞാൻ ഇന്നലെ അവിടേക്ക് പോയി. ഞാൻ ഇന്നലെ അവിടേക്ക് പോയി. ഇത് നേരെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നലെ എസ്റ്റർഡേ, എസ്റ്റർഡേ. അവിടേക്ക് there, പോയി went. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം മലയാളത്തെ നേരെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടിയിരുന്നത്? yesterday there went. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. yesterday there went എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോ അതിൽ കാര്യമായിട്ടുള്ള അപാകതയുണ്ട്. അത് ശരിക്കും എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണ്? വെന്റ്, ഞാൻ പോയി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സബ്ജക്ട് ഷുഡ് ബി ഫോളോഡ് ബൈ എ വെർബ്. ഐ വെന്റ് ദേർ, ഞാൻ അവിടേക്ക് പോയി. യെസ്റ്റർഡേ, ഇന്നലെ. ഇതേ കാര്യമാണ് നമ്മൾ എഴുതുക. ഞാൻ ഇന്നലെ അവിടെ പോയി. യെസ്റ്റർഡേ ദേർ വെന്റ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വാചക ഘടനയിലുള്ള വ്യത്യാസമാണ്, പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നരേന്ദ്രാസ് ഇംഗ്ലീഷ് ഗ്രാമർ ബേസിക് കോഴ്സ് എന്ന ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ദിവസവും കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് വ്യാകരണത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്കറിയാം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് 11, 12 ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉള്ളതിലൊക്കെ നമുക്കറിയാം ഗ്രാമർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മുതൽ പറഞ്ഞ് അത്യാവശ്യം നമുക്കൊരു വാചകവും ചോദ്യത്തിന് ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് നരേന്ദ്രാസ് ഇംഗ്ലീഷ് ബേസിക് കോഴ്സ് എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ എത്ര ഉന്നതങ്ങളിലേക്ക് എത്തിയാലും നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആ വില മുഴുവൻ പോകും. നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ അതിനകത്തൊരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ നമ്മുടെ വിലയും നിലയും പോകും. അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
PSCയിൽ ഒരു 24 മാർക്കിൻ്റെ എങ്കിലും ക്വസ്റ്റ്യൻ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ വരാറ്. ഇനി മാത്രമല്ല, നമ്മളൊരു കത്തെഴുതണം, ഒരു ലീവ് ലെറ്റർ എഴുതണം, അല്ലെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ എഴുതണം. ശരി, ഇപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ലെറ്റർ റൈറ്റിങ്ങിന് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇമെയിൽ അയക്കും. ഇന്ന് നമ്മളൊരു ഓഫീസിലേക്ക് ഒരു കത്തെഴുതേണ്ട ആവശ്യം സത്യത്തിലില്ല. നമ്മൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ടൈപ്പ് ചെയ്ത് ഇമെയിൽ മുഖാന്തരം നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇമെയിൽ അയക്കുന്ന കാര്യത്തിൽ ഗ്രമറ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ എഴുതുന്ന ആളുടെ വിലയും നിലയും എല്ലാം നഷ്ടപ്പെടും. അത് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആയാലും സാധാരണ ലെറ്റർ ആയാലും. കാരണം ഒരു 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 വാചകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഞാൻ നാളെ പോകും എന്നുള്ളതിന് പകരം ഞാൻ നാളെ പോയി എന്ന് എഴുതിയാൽ അതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കുറച്ച് കാലം എടുക്കുമെന്ന് വെച്ചോ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് സമയം പോലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും, അതിൽ കുട്ടികളാവണമെന്നില്ല, മുതിർന്നവരായാലും വീട്ടമ്മമാരായാലും ആരായാലും ഈ അവസരം വിനിയോഗിച്ച് നരേന്ദ്രാസ് ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ പങ്കാളികളാകുവാൻ ഏവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.